ഇവിടെ നമുക്ക് പോയിന്റ് ഉള്ള ഒരു സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിനെ ഇൻറ്റു ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുമാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ പോയിന്റ് നീക്കിയിട്ട് എണ്ണൽ സംഖ്യകളാക്കി മാറ്റാം. അപ്പം ഇവിടെ ആദ്യം അംശത്തിൻ്റെ ഇതിനേക്കാൾ മുമ്പ് ഛേദത്തിൻ്റെ പോയിൻ്റാണ് കളയേണ്ടത്. അപ്പോൾ ഇവിടെ 003 എന്നുള്ളത് 3 എന്നാവണമെങ്കിൽ 2 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യ കൊണ്ട് 3 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതേ സംഖ്യ കൊണ്ട് മുകളിലും ഗുണിക്കണം. അപ്പോൾ അതേ സംഖ്യ കൊണ്ട് മുകളിൽ ഗുണിക്കുമ്പോൾ ഇത് ഇവിടെ വന്നിട്ട് 90 എന്നാവും, ഇത് ഇവിടെ വന്നിട്ട് 3 എന്നാവും. 90/3 ഇൻറ്റു അതുപോലെ തന്നെ ഇതും 600/120 എന്നാവും. ഹരിക്കണം ഇതും അതേപോലെ തന്നെ 0.8 വന്നിട്ട് 80 എന്നാവും, ഇത് 40 എന്നാവും, ഇതോ 3/270 എന്നും ആവും. ഇനി ഇതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാം. ഈ പൂജ്യം കൂടി വെട്ടി, ഈ 3 ഈ 9 കൂടി വെട്ടിയ 3 9, പിന്നെ 12 60 കൂടി വെട്ടി 12 5 60, ഈ 0 ഉണ്ട് 50. ഇനി നമുക്ക് ഇതിനെ ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 × 50 എന്ന് കിട്ടി, ഇൻറ്റു 80/270/40 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇവിടെ ബൈ 1 ഇനി ഉള്ളത്, ഇവിടെ കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ വെട്ടാൻ പറ്റുമോ നോക്കാം. ഈ 3 കൂടി വെട്ടി, പിന്നെ ഈ 0 കൂടി വെട്ടി, 4 8 കൂടി വെട്ടി 2. ഇനി അടിയിലൊന്നുമില്ല, ഒക്കെ മുകളിൽ തന്നെ ഉള്ളൂ. അപ്പോൾ മുകളിൽ എന്തുണ്ട്? 50 × 2 എത്രയാ? 100. 100 × 270 എന്ന് വന്നു. 100 × 270 വെച്ചാൽ 270 ഇട്ടിട്ട് 100-ലെ 2 0 കൂടി ഇടുക. അപ്പോൾ എത്ര കിട്ടും? 27,000 എന്ന് കിട്ടും. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ 27,000 ഉണ്ടോ? ഉണ്ട്. ഇതാ ഓപ്ഷൻ സി. ഓപ്ഷൻ സി 27,000. അപ്പോൾ ഇതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ അല്ലേ? അംശം കളയണം. അംശത്തിൻ്റെ ദശാംശം കളയാൻ എത്ര കൊണ്ട് ഗുണിക്കണോ അതുകൊണ്ട് തന്നെ ഛേദത്തിനെയും ഗുണിച്ചിട്ട് ദശാംശങ്ങൾ കളഞ്ഞ സംഖ്യകളാക്കുക. പിന്നെ 2 ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതിന് പകരം ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. ഇവിടെ ദശാംശം കളഞ്ഞ സംഖ്യയ്ക്ക് 40/80 ഉണ്ട്, അതിൻ്റെ വിൽക്രമം 80/40. 3/270-നെ 270/3, അതുകൊണ്ട് ഇതിനെ ഗുണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 27,000 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയത്.